വനംവകുപ്പ് ഓഫീസിലെ കഞ്ചാവ് വളർത്തലിൽ അന്വേഷണം വിപുലീകരിച്ച് വനവിജിലൻസ്. റേഞ്ച് ഓഫീസർ BR ജയന്റെ ഫോൺ കോൾ രേഖകൾ പരിശോധിക്കും. ആവശ്യമെങ്കിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇതുമായി ബന്ധപ്പെട്ട വനം വിജിലൻസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മൊഴികൾ രേഖപ്പെടുത്തിയും അതുപോലെ തന്നെ രേഖകൾ പരിശോധിച്ചും ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉടൻ കൈമാറുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വനം വിജിലൻസിന്റെ ഒരു ശ്രമം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയന്റെ മൊഴി എടുത്തിരുന്നു. വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ന് മറ്റു രേഖകൾ കൂടി സ്വരൂപിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോൾ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ BR ജയന്റെ പരിശോധിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഗൂഢാലോചന, വ്യക്തിവിരോധം, അതുപോലെ തന്നെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നിവയെല്ലാം ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഫോറസ്റ്റ് ഓഫീസിലെ ഈ കഞ്ചാവ് വളർത്തൽ, അതിൽ ഒരു റിപ്പോർട്ടിൽ ദുരൂഹതയുണ്ടെന്നും അത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ റിപ്പോർട്ട് നൽകിയ തീയതികൾ സംബന്ധിച്ചും അതുപോലെ തന്നെ ജയനെതിരെ സഹപ്രവർത്തകർ, വനിതാ ജീവനക്കാരായിട്ടുള്ള സഹപ്രവർത്തകർ പരാതി നൽകിയതും അതിനെ തുടർന്നുണ്ടായ സ്ഥലമാറ്റത്തിനും തൊട്ട് മുൻപാണ് ഇത്തരത്തിലുള്ള ഈ കേസ് വന്നത് എന്നതെല്ലാം തന്നെ വലിയ സംശയത്തിന് ഉളവാക്കിയിരുന്നു. മാത്രമല്ല BR ജയനെതിരെ മറ്റൊരു മൊഴിയും ഈ ഓഫീസിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഈ ഫോറസ്റ്റ് ഓഫീസിലെ കഞ്ചാവ് വളർത്തൽ എന്നതിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നത്. ഇപ്പോൾ BR ജയന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കോൾ റെക്കോർഡ്സ് രേഖകൾ കൂടി പരിശോധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വിശദമായിട്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിനെ തുടർന്ന് മറ്റു നടപടിയിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ നീക്കം. വനം വിജിലൻസ് ആണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാഥമിക റിപ്പോർട്ട് കൈമാറിയെങ്കിലും അതിൽ ആരൊക്കെ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്തു എന്ന് കൃത്യമായി എടുത്തു പറയുന്നില്ല. വിശദ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കൂ എന്നുള്ളൊരു സാഹചര്യമാണോ മിഥുനുള്ളത്? നിലവിലുള്ളത് ഇത് സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ BR ജയൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുമേൽ കഞ്ചാവ് ചെടികൾ വളർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ആകെ അവിശ്വസനീയവും അതുപോലെ തന്നെ വിശ്വസിക്കാനാകാത്ത തരത്തിലുള്ളതും ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് എത്രത്തോളം ദുരൂഹതയുണ്ട് എന്നതിനെ തുടർന്നുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പാടെ നിലവിൽ തള്ളിക്കളഞ്ഞിട്ടില്ല എങ്കിലും ഒരുപക്ഷെ ആ പാടെ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിലുള്ള സംഭവം അവിടെ നടന്നിട്ടില്ല. ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിന്റെ സഹായത്തോടെ മറ്റു തരത്തിൽ, അതായത് വൈരാഗ്യ വിദ്യ സഹപ്രവർത്തകർക്കെതിരെ ഒരു നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കെട്ടിച്ചമച്ചത് എന്നാണ് ഇപ്പോൾ വനം വകുപ്പ് സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BR ജയന്റെ ഇപ്പോൾ ജയനെതിരെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇല്ലെങ്കിലും സംശയത്തിന്റെ പേരിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ BR ജയൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ കടുത്ത അച്ചടക്ക നടപടിയിലേക്കടക്കം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശദമായിട്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ വേണ്ടി കാത്തിരിക്കുന്നത്. അത് വൈകാതെ തന്നെ സമർപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആവശ്യമാണെങ്കിൽ BR ജയന് പുറമെ മറ്റുള്ളവരുടെ മൊഴികൾ കൂടി കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ വനം വിജിലൻസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.